Geographical framework. Geography has played an important role in the history of India. A large country like India has diverse geographical features. There are high mountains, hot desert, fertile river valleys, and numerous rivers. The Himalaya mountains in the north act as a nocturnal barrier between India and Central Asia. The passes in these mountains have acted as routes of contact since ancient times. People, soldiers, merchants, traders, travelers, scholars, and others have often crossed these passes and traveled from one place to another. They have brought new ideas, customs, and habits that have made our culture rich. Okay. But geographical framework. Okay. Geography has played an important role in the history of India. Makariya, namada socially, moon subject in politics, geography and history. But geography has played an important role in history. A large country like India has diverse geographical features. Makariya, India like other countries. Geographical features are different. Diverse geographical features. നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ എന്താണ് മൗണ്ടെയിൻ, ചില സമയത്ത് റിവേഴ്സ് അല്ലെ, ചില സ്ഥലത്ത് റിവേഴ്സ്, ചില സ്ഥലത്ത് എന്താണ് റിവർ വാലീസ്, ഡെസേർട്ട് അല്ലെ, നമുക്കറിയാം. അപ്പൊ പല ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ കണ്ടീഷനാണ് നമ്മുടെ കൺട്രീസിലുള്ളത്. ഓരോ കൺട്രീസിലും പലതരത്തിലുള്ള ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ ആയിരിക്കും. The Himalaya mountains in the north act as a nocturnal barrier between India and Central Asia. ഇപ്പം ഹിമാലയ നമുക്കറിയാം, ഹിമാലയൻ മൗണ്ടെയിൻ ഇൻ ദ നോർത്തിൽ എന്തുണ്ട്, ഹിമാലയ മൗണ്ടെയിൻ ഉണ്ട്. അതെന്താണെന്ന് അറിയോ, എന്തുപോലെ പ്രവർത്തിക്കുന്നു? ആസ് എ നൊക്ടേണൽ ബാരിയർ ഫ്രം ഇന്ത്യ ആൻഡ് സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിലും ഇന്ത്യയിലും ഒരു, അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് നമ്മുടെ ഹിമാലയം ഒരു എന്താ പറയാ, എനിമീസിനെ ഒന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ ഒരു ബരിയർ ആയി പ്രവർത്തിക്കുന്നുണ്ട്. ഏത്? ഹിമാലയ ആ ഭാഗത്തുള്ളത് കൊണ്ട് അവിടെയുള്ള എനിമീസിനെ പെട്ടെന്നൊന്നും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ പറ്റില്ല. അതൊരു നൊക്ടേണൽ ബാരിയർ ആണ്. ഏത് ബാരിയർ ആയി പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഹിമാലയ. The passes in these mountains have acted as routes of contact since ancient times. People, soldiers, merchants, traders, travelers, scholars, and others have often crossed these passes and traveled from one place to another. Pass സൈഡിലുള്ള the passes in these mountains, അതായത് ഹിമാലയ പോലുള്ള മൗണ്ടെയിൻസിലുള്ള പാസസ് വഴി എന്ത് ചെയ്യുന്നു? എന്താണ്? ആൻഷ്യന്റ് ടൈമിലുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു അവിടെ. കോണ്ടാക്ട് ചെയ്യാൻ, അതായത് സോൾജിയേഴ്സ്, എന്താ പറയാ, പട്ടാളക്കാര്, മർച്ചന്റ്സ്, അതുപോലെ ട്രേഡേഴ്സ്, വ്യാപാരികള്, സഞ്ചാരികള്, സ്കോളേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓഫൺ ക്രോസ്ഡ് ദീസ് പാസസ്. ഈ മൗണ്ടെയിൻസിലുള്ള ഈ പാസ് ക്രോസ് ചെയ്ത് ഒരു സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. They have brought new ideas. അങ്ങനെ അവര് പുതിയ പുതിയ ഐഡിയകള്, അതുപോലെ പുതിയ പുതിയ കസ്റ്റംസ്, പുതിയ പുതിയ ആശയങ്ങൾ, ഐഡിയാസ്, ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ നമുക്കറിയാം ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ ഇൻ അവർ ഇന്ത്യ. അപ്പൊ ഹിമാലയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഹിമാലയ ആക്ട് ആസ് എ ബാരിയർ ഇൻ ദ നോർത്ത്, അല്ലെ, ഫ്രം ഇന്ത്യ ആൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ബാരിയർ ആയിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ ഹിമാലയ പ്രവർത്തിക്കുന്നു. തിങ്ക് ആൻഡ് ആൻസർ, അത് നിങ്ങൾക്കുള്ളതാണ്. Why did people travel from one place to another in ancient time? എന്തുകൊണ്ടാണ് ട്രാവൽസ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തത്? എന്തിനു വേണ്ടിയായിരിക്കും? അവരുടെ ട്രേഡ് നടത്താൻ, അല്ലെ, ട്രേഡിന് വേണ്ടി. പിന്നെയുള്ള ആവശ്യങ്ങൾ പിന്നെന്താ? ട്രേഡ്, അതുപോലെ ആൻഷ്യന്റ് ടൈംസില് അവരുടെ ഉപജീവന മാർഗം, ഭക്ഷണത്തിന് വേണ്ടിയും എന്ത് ചെയ്യണം? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം, അല്ലെ. അതിനു വേണ്ടിയാണ് അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തിരുന്നത്. The Indus and the Ganga plains are very fertile regions. So is the valley of river Narmada. These river valleys were areas where people settled first. This was because the Indus and Ganga plains, അതായത് ഇൻഡസ് ഗംഗ പ്ലെയിൻസ് വളരെ ഫെർട്ടൈൽ ആണ്, അല്ലെ.
ഇൻഡസ് നദിയുടെയും ഗംഗാ പ്ലെയിൻസ് ഒക്കെ വളരെ ഫെർട്ടൈൽ ആണ്. ഫെർട്ടൈൽ അതായത് നല്ല വളക്കൂറ് അല്ലെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള ഏരിയാസ് ആണ്. സോ ഈസ് ദ വാലി ഓഫ് റിവർ നർമ്മദ, അതായത് അതുകൊണ്ട് നർമ്മദ വാലിയിലൊക്കെ നല്ല ഫെർട്ടൈൽ ആണ്. ദീസ് റിവർ വാലീസ് വേർ ഏരിയാസ് വേർ പീപ്പിൾ സെറ്റിൽഡ് ഫസ്റ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സ്ഥലത്താണ് ആളുകൾ താമസിക്കുക. അത് നല്ല ഫെർട്ടൈൽ ആയ റീജിയനിൽ, ഫെർട്ടൈൽ റീജിയൻസിലാണ് കൂടുതലും ആൾക്കാർ താമസിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഫെർട്ടൈൽ റീജിയൻ ആകുമ്പോൾ അവിടെ നമുക്ക് കൃഷിക്ക് നല്ല സാധ്യത കൂടുതലാണ്. അല്ലേ അല്ലേ കൃഷി ചെയ്യാൻ സാധ്യത കൂടുതൽ നല്ല ഫെർട്ടൈൽ ആയ ഏരിയാസിലാണ്, റീജിയൻസിലാണ്. സോ നർമ്മദ, ഗംഗ, ഇൻഡസ് പ്ലെയിൻസിലാണ് കൂടുതലും ആൾക്കാർ താമസിക്കുക. ഇനി എന്തുകൊണ്ടാന്ന് നോക്ക് ആൾക്കാർ കൂടുതൽ റിവർ വാലീസിൽ താമസിക്കുന്നതിന് കാരണം, ഒന്ന്, ദ റിവർ പ്രൊവൈഡഡ് സഫിഷ്യന്റ് വാട്ടർ ഫോർ ഓൾ ദർ നീഡ്സ്. അന്നുള്ള ആൻഷ്യന്റ് ടൈംസിലെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലിവ്ഡ് നിയർ ദ റിവർ വാലീസ് ഓർ ദീസ് റിവർ വാലീസ് കൺസിസ്റ്റിംഗ് ഫെർട്ടൈൽ സോയിൽ, അല്ലെ, ഫെർട്ടൈൽ റീജിയൻ. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലിവ്ഡ് ഇൻ ദീസ് ഏരിയ. ഒന്നാമത്തെ കാര്യം, ആൾക്കാര് നദീതീരത്ത് താമസിക്കാനുള്ള ഒരു കാര്യം, റിവർ പ്രൊവൈഡഡ് സഫിഷ്യന്റ് വാട്ടർ ഫോർ ഓൾ ദർ നീഡ്സ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നദിയിൽ നിന്ന് എന്ത് കിട്ടുന്നു, വെള്ളം കിട്ടുന്നു. നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് നമ്മളൊരു ബേസിക് നീഡാണ്, അല്ലെ. വി കനോട്ട് ലിവ് വിത്തൗട്ട് വാട്ടർ. പറ്റുമോ? നമുക്ക് ഒരിക്കലും വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം വേണം. അലക്കാനും കുളിക്കാനും കൃഷിയിടത്തേക്കൊക്കെ വെള്ളം വേണം. അതുകൊണ്ട് ബേസിക് നീഡാണ് ഇത് വാട്ടർ. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്യുന്നത്, നദീതീരങ്ങളിൽ അന്നുള്ള ആൾക്കാർ താമസിച്ചിരുന്നത്. രണ്ട്, ദ ലാൻഡ് നിയർ ദ റിവർ വാസ് വെരി ഫെർട്ടൈൽ, പീപ്പിൾ കുഡ് ഗ്രോ ക്രോപ്സ് ഈസിലി. രണ്ടാമത്തെ കാരണം, റിവർ വാലീസിലെ ജനങ്ങൾ കൂടുതൽ, റിവർ വാലി ഉള്ള ഏരിയാസിലെ ജനങ്ങൾ കൂടുതൽ താമസിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, റിവർ വാലി വാസ് വെരി ഫെർട്ടൈൽ, അതായത് നദീതീരത്ത് നല്ല ഫെർട്ടൈൽ ആയ മണ്ണുണ്ടാവും. ഇതെന്തിനു സഹായിക്കും, പീപ്പിൾ കുഡ് ഗ്രോ ക്രോപ്സ് ഈസിലി, അതായത് കൃഷി നടത്താൻ അല്ലെങ്കിൽ കൂടുതൽ വിളകള് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. മൂന്ന്, ദ റിവർ സെർവ്ഡ് ആസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. റിവർ എന്ത് ചെയ്തു, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, അല്ലെ. നദീതീരങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നദികളിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് നടത്താം. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് റിവർ വാലീസിൽ അല്ലെങ്കിൽ നദീതീരങ്ങളിൽ ജനങ്ങൾ കൂടുതൽ താമസിക്കാൻ കാരണം. മനസ്സിലായോ? ഇപ്പൊ റിവർ വാലീസിൽ കൂടുതൽ അന്നത്തെ ആൾക്കാര്, അതായത് ആൻഷ്യന്റ് പീപ്പിള് കൂടുതൽ ആൾക്കാരും റിവർ വാലീസിൽ താമസിക്കാനുള്ള മൂന്ന് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, റിവർ പ്രൊവൈഡഡ് സഫിഷ്യന്റ് വാട്ടർ ഫോർ ഓൾ ദർ നീഡ്സ്. സെക്കൻഡ് വൺ, these areas are very fertile, നല്ല ഫെർട്ടൈൽ ആണ്. മൂന്നാമത്തത്, റിവർ സെർവ്ഡ് ആസ് എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, അല്ലെ. ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നടക്കും എവിടെ, റിവർ വാലീസിൽ. ദീസ് ആർ ദ ത്രീ റീസൺ. ഇതാണ് മൂന്ന് കാരണങ്ങൾ. മനസ്സിലായില്ലേ? മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ്, geography also determines development of scene in a particular area. Places with unfavorable environment are sparsely populated. The culture that develops there is not much affected by external influences. On the other hand, areas where the environment is favorable and densely populated. Geography also determines development seen in a particular area. Geography ഒന്നും കൂടെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ഏരിയയിലെ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഡെവലപ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നു. പ്ലേസ് വിത്ത് അൺഫേവറബിൾ എൻവയോൺമെന്റ് ആർ സ്പെയർലി പോപ്പുലേറ്റഡ്. അതായത് നമുക്കറിയാം, ഫേവറബിൾ ആയ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കൂടുതൽ ജനങ്ങൾ താമസിക്കുള്ളൂ. നമ്മൾ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഒരു വീട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റോഡ് ഉണ്ടാവണം, വെള്ളം ഉണ്ടാവണം, കറണ്ട് ഉണ്ടാവണം, ടൗണിലേക്ക് പെട്ടെന്ന് എത്തുന്ന സ്ഥലമായിരിക്കണം, അല്ലെ. വീടിന്റെ മുമ്പിൽ ബസ് എത്തുന്ന സ്ഥലമായിരിക്കണം. അങ്ങനെയുള്ള കുറെ ഡിമാൻഡ്സ് നമ്മൾ വെക്കില്ലേ. അതുപോലെ തന്നെ ഫേവറബിൾ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുള്ളൂ, പോപ്പുലേഷൻ കൂടുതൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മുടെ എന്താ പറയാ, ഫെസിലിറ്റീസ് കുറയുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും, ആൾക്കാരുടെ താമസം കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ. നമുക്ക് തന്നെ ഇന്നത്തെ കാലത്ത് തന്നെ നമുക്കറിയാം, നല്ല നല്ല ഫെസിലിറ്റീസ് ഉള്ളിടത്തേക്ക് ആൾക്കാർ അല്ലെങ്കിൽ വീടുകൾ കൂടുതൽ വരുന്നത് കണ്ടോ? പണ്ടൊക്കെ ഉള്ളത് പോലെയാണ് ഇപ്പൊ എല്ലാവർക്കും എന്തിനാ, വീടിന് മുമ്പിൽ റോഡായിരിക്കണം, വണ്ടി വീട്ടിലെത്തണം, അല്ലെ. അപ്പൊ ഫെസിലിറ്റീസ് ഉള്ളിടത്ത് മാത്രമേ പോപ്പുലേഷൻ കൂടുള്ളൂ. The culture that develops there is not much affected by external influences. On the other hand, areas where the environment is favorable are densely populated. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഏരിയ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആവണമെങ്കിൽ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. ഫെസിലിറ്റീസ് കൂടുതൽ ഉള്ളിടത്തേക്ക് ആളുകൾ തിങ്ങിപ്പാർക്കും. ഇനി
ഫെസിലിറ്റി കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അൺഫേവറബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? ആൾക്കാരുടെ താമസം കുറവായിരിക്കും. ആൾക്കാർ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ജോഗ്രഫിക്കൽ ഫ്രെയിംവർക്ക് ആണ്. ജോഗ്രഫിക്കൽ ഫ്രെയിംവർക്ക് എന്ന ജോഗ്രഫി, അതായത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എല്ലായിടങ്ങളിലും വേറെ വേറെ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആയിരിക്കും. മാത്രല്ല എന്താണ്, നല്ല നല്ല ഫെസിലിറ്റി കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ അവിടെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിരിക്കും. ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അൺഫേവറബിൾ എൻവയോൺമെന്റ് കണ്ടീഷൻ ഉള്ളിടത്ത് പോപ്പുലേഷൻ കുറവായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു റിവർ വാലീസ് അല്ലെങ്കിൽ റിവർ വാലീസിന്റെ അടുത്താണ് അന്നുള്ള ആൾക്കാർ കൂടുതൽ താമസിച്ചിരുന്നത്. കാരണം എന്തൊക്കെയാണ്? റിവർ പ്രൊവൈഡഡ് സഫീഷ്യന്റ് വാട്ടർ, വെള്ളം അല്ലെ, നദിയുടെ തീരത്ത് നിന്നാൽ സഫീഷ്യന്റ് വാട്ടർ അവൈലബിൾ ആണ്, എല്ലാ കാര്യങ്ങൾക്കും ഉള്ള വെള്ളം ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. രണ്ട് എന്താണ്, റിവർ വാലീസിൽ അല്ലെങ്കിൽ നദീതീരങ്ങളിലുള്ള പ്രദേശങ്ങളിൽ ഫെർട്ടിലിറ്റി കൂടുതലാണ്, നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് കൃഷി നടത്തിയാൽ നല്ലൊരു വരുമാനം ലഭിക്കും. പിന്നെ മൂന്നാമത്തത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ, സെർവ്ഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നദിയിൽ സാധ്യമാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നദീതീരത്ത് അന്നുള്ള ആൾക്കാർ താമസിച്ചിരുന്നത്. ഇനി പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, അത്രയല്ലേ പറഞ്ഞത്. Next one, sources of history. How do we find out about something that took place thousands of years ago? We learn about it from the remains which people of that time have left behind. Archaeologists and historians study these remains and tell us what might have happened in the past. അപ്പൊ നോക്ക്, നമുക്ക് ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് വേണം? ആതിര തലയിൽ നിന്ന് കൈയെടുത്തേ. അപ്പൊ ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സോഴ്സ് വേണം അല്ലെ. പഴയ കാലത്തെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ എന്താ, മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവരുടെ ബോൺസ് കിട്ടണം, അല്ലെങ്കിൽ അന്ന് അവർ ഉപയോഗിച്ച എന്താ പറയാ ലൈഫ് സ്റ്റൈൽ അറിയണമെങ്കിൽ അവർ ഉപയോഗിച്ച പാത്രമോ ജ്വല്ലറിയോ ഡ്രസ്സിന്റെയോ എന്തെങ്കിലും അവശിഷ്ടം കിട്ടിയാൽ മാത്രമേ നമുക്ക് എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. The work of an archaeologist and a historian is similar to that of a detective. Just as a detective solves a mystery with the help of clues, archaeologists and historians solve the mystery of the past with the help of historical clues. എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ, അവരുടെ ഡ്രസ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ഓർണമെന്റ്സിന്റെ ഒരു ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ഒരു പോട്ടിന്റെ ചെറിയൊരു ഭാഗം കിട്ടിയാൽ എന്ത് ചെയ്യും? ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്യും? അതെല്ലാം കൂടെ തുന്നിച്ചേർത്ത് അവരതിനെ കുറിച്ച് പഠനം നടത്തി ഒരു നിഗമനത്തിലെത്തും. മനസ്സിലായോ? അന്നത്തെ കാലത്തുള്ള എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു കുഞ്ഞു തെളിവ് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആർക്കിയോളജിസ്റ്റ് അതിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തും അല്ലെ. ഒരു ചെറിയൊരു പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു എല്ലിന്റെ ഒരു ചെറിയൊരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ, തലയോട്ടിന്റെ ഒരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ഒരു ജ്വല്ലറിയുടെ പീസ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കിയോളജിസ്റ്റ് അതിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തി ഒരു നിഗമനത്തിലെത്തും. They look at clues such as a piece of writing, a wall painting, or even and some broken pots. From these, they slowly put together the history of the period. These clues are the sources of history. These sources can be divided into two types. അതായത് എന്തെങ്കിലും ഒരു സോഴ്സ്, കഴിഞ്ഞ കാലത്തിലെ എന്തെങ്കിലും ഒരു സോഴ്സ് കിട്ടിയാൽ ആ സോഴ്സ് ഉപയോഗിച്ചാണ് ആർക്കിയോളജിസ്റ്റ് കൂടുതൽ പഠിച്ച് ഒരു നിഗമനത്തിലെത്തുക അല്ലെ. അപ്പം ഇവർ ഉപയോഗിക്കുന്ന ഈ സോഴ്സസ് രണ്ട് തരത്തിലുണ്ട്. അന്ന് കിട്ടിയിരുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്സ് സോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരെന്താ? ഒന്ന് ആർക്കിയോളജിക്കൽ സോഴ്സസ്, രണ്ട് ലിറ്റററി സോഴ്സസ്. മനസ്സിലായോ? ഒന്ന് ആർക്കിയോളജിക്കൽ സോഴ്സസ്, രണ്ട് ലിറ്റററി സോഴ്സസ്. എന്താ ആർക്കിയോളജിക്കൽ സോഴ്സസ്, എന്താ ലിറ്റററി സോഴ്സസ്? ഹെവൻ സ്റ്റക്ക് ആയിരിക്കാണ്, ജീവ സ്റ്റക്കാണ്, ശ്രീവിഷ്ണു സ്റ്റക്കാണ്, ജോയല് ശ്രീവിഷ്ണു ഓക്കെ, ഹെവൻ ഇത്രയും നേരം സ്റ്റക്കായിരുന്നു. കേൾക്കുന്നില്ല മക്കളെ? ക്ലിയർ അല്ലേ മിസ് പറയുന്നത്? അല്ലേ? ക്ലിയർ അല്ലേ? അല്ല, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, മഴയുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു, എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം
ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റ് കഴിഞ്ഞ കാലത്തെ കുറിച്ച് പഠിക്കാൻ രണ്ട് തരത്തിലുള്ള സോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? Two types of sources used to study history. Which are the two types of sources? Archaeological sources and literary sources. എന്തൊക്കെയാ? രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ സോഴ്സസും ലിറ്റററി സോഴ്സസും. ഇനി എന്താ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാല്, എന്താ ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞാല്? നോക്ക്, ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാല് ആർക്കിയോളജിക്കൽ സോഴ്സസ് ആർ ഡയറക്റ്റ് എവിഡൻസ്. They cannot be changed or altered by human beings. They are four types: inscriptions, monuments, artifacts and coins. എന്താ ആർക്കിയോളജിക്കൽ സോഴ്സസിലെ രണ്ടെണ്ണം ഉണ്ട്, അല്ല സോറി, ടു ടൈപ്സ് ഓഫ് സോഴ്സസ് ഉണ്ട്. ഒന്ന് ആർക്കിയോളജിക്കൽ സോഴ്സസ്, ഒന്ന് ലിറ്റററി സോഴ്സസ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് എവിഡൻസ് ആണ്, നേരിട്ട് കിട്ടുന്ന തെളിവുകൾ. മനസ്സിലായോ? ഡയറക്റ്റ് എവിഡൻസ് ആണ്. അതായത് ദേ കാനോട്ട് ബി ചേഞ്ച്, അതെന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ മാറില്ല, മാറ്റാൻ പറ്റാത്ത തെളിവുകൾ. ഇനി ഓർ ആൾട്ടേർഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. ഈ ആർക്കിയോളജിക്കൽ സോഴ്സസ് 4 തരത്തിലുണ്ട്, 4 എണ്ണം ഉണ്ട്. ഒന്ന് നോക്ക്, ഇൻസ്ക്രിപ്ഷൻസ്, മോണിമെന്റ്സ്, ആർട്ടിഫാക്ട്സ് ആൻഡ് കോയിൻസ്. എന്തൊക്കെയാ? ഒന്നുകൂടെ പറഞ്ഞേ, ആർക്കിയോളജിക്കൽ സോഴ്സ് ഏതൊക്കെയാ? ആർക്കിയോളജിക്കൽ സോഴ്സസ് ആർ ഡയറക്റ്റ് എവിഡൻസസ് ആണ്, they cannot be changed ആണ്. Then archaeological sources are 4 types. How many types? 4 types. Which are the 4 types of archaeological sources? പറഞ്ഞേ, inscriptions, monuments, artifacts and coins. Inscriptions, monuments, artifacts and coins. These are the four types of archaeological sources. ഇത്രയാണ് ഇന്ന്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഏതൊക്കെയാണ്? ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റ് പഠിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഏതൊക്കെയാണ്? ഏതൊക്കെ രണ്ട് തരത്തിലുള്ള സോഴ്സ് ഉപയോഗിച്ചാ പഠിക്കുന്ന ജോയലെ? ഏതൊക്കെയാ? 2 types of archaeological sources. പറഞ്ഞേ, സോറി, 2 types of sources ഏതൊക്കെയാ? ആർക്കിയോളജിക്കൽ സോഴ്സസും ലിറ്റററി സോഴ്സസും. എന്താ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാല്? എന്താ ആർക്കിയോളജിക്കൽ സോഴ്സസ്? ആർക്കിയോളജിക്കൽ സോഴ്സസ് ആർ ഡയറക്റ്റ് എവിഡൻസസ്, അതായത് നേരിട്ട് കിട്ടിയ തെളിവുകൾ അല്ലെ, ഡയറക്റ്റ് ആയി കിട്ടിയ എവിഡൻസ്. അതെന്ത് ചെയ്യും? ദേ കനോട്ട് ബി ചേഞ്ച്ഡ്. മാറ്റാൻ പറ്റുമോ ശ്രീവിഷ്ണു? അത് ദേ കനോട്ട് ബി ചേഞ്ച്ഡ് ആണല്ലേ ആർക്കിയോളജിക്കൽ സോഴ്സസ്. ചേഞ്ച് ചെയ്യാനല്ല. പിന്നെ അത് എത്ര തരത്തിലുണ്ട് ആർക്കിയോളജിക്കൽ സോഴ്സസ്? There are 4 types of archaeological sources. 4 തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സോഴ്സ് ഉണ്ട്. ഏതൊക്കെയാത്? ഏതൊക്കെയാ 4 തരത്തിലുള്ളത്? പറഞ്ഞേ. ഇൻസ്ക്രിപ്ഷൻസ്, say loudly with me. ഇൻസ്ക്രിപ്ഷൻസ്, പിന്നെ മോണിമെന്റ്സ്, artifacts and coins. These are the 4 archaeological sources. ഇനി അത് ഓരോന്നും എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പോരെ? പിന്നെ പഠിച്ച കാര്യം ഒന്ന് വായിച്ചു നോക്കിയ, ടെക്സ്റ്റ് ഒന്ന് വായിച്ചു എല്ലാവരും. ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. രാവിലെ മുതൽ ഇത്രയും നേരം നമ്മൾ 2 പ്രാവശ്യം 2 പീരീഡ് പഠിച്ചു. 2 ക്ലാസ്സിൽ, ഇന്നത്തെ 2 ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് നോക്കിയേ, വായിച്ചു നോക്കിയേ.
വായിച്ചു. ഓക്കെ, പിന്നെ ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങള് ശ്രദ്ധിക്ക. ആദ്യം മുതലേ റിവൈസ് ചെയ്യാണ്. നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ആണ്. സ്റ്റോറി അല്ലെ, സ്റ്റോറി മീൻസ് കഥ. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ആണ് ഹിസ്റ്ററി. അതിൽ പാസ്റ്റ് എന്തിനാ പഠിക്കുന്നത്? നമ്മള് പ്രസന്റ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി. പ്രസന്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ നമുക്ക് പാസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. അല്ലെ, നമുക്കിപ്പോ നമ്മൾ ഇന്നിങ്ങനെയായി, നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് ഇന്ന് നമ്മളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇന്നത്തെ ഞാൻ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കുട്ടിക്കാലത്തെ ഞാൻ എങ്ങനെയാണെന്ന് അറിയണ്ടേ അല്ലെ. ഞാൻ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞാലേ എനിക്ക് ഇന്നത്തെ ഞാൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. ഹലീമ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ എങ്ങനെയായിരുന്നു എന്ന് ഫോട്ടോയൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോ ഹലീമയ്ക്ക് മനസ്സിലാവും എന്ത്? പണ്ടത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിൽ എന്തൊരു മാറ്റം അല്ലെ ഹലീമ അല്ലെ. അപ്പൊ പണ്ടത്തെ നമ്മളെ കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ നന്നായി മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ദാറ്റ്സ് ഫോർ ദ എക്സാമ്പിൾ. ഇനി നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞ ഹിസ്റ്ററിനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻടു 3: പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്ററി. പ്രീ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഹാഡ് നോട്ട് ബീൻ ഇൻവെന്റഡ് അല്ലെങ്കിൽ റിട്ടൺ റെക്കോർഡ്സ് ഇല്ലാത്ത ഒരു കാലം. ആ കാലത്ത് ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്യും? ഓരോ കുഴിച്ച് dig deep into the ground and dig out the archaeological sources അല്ലെ. പോയിന്റ്സും പിന്നെ അതുപോലെ അവരുടെ ടൂൾസും പോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കുഴിച്ചെടുത്ത് അതിനെ കുറിച്ചാണ് പഠനം നടത്തിയിരുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാല് പ്രോട്ടോ ഹിസ്റ്ററി ആണെങ്കിൽ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരിയഡ്. പ്രോട്ടോ ഹിസ്റ്റോറിക് പീരിയഡ് എന്ന് പറഞ്ഞാല് പ്രോട്ടോ ഹിസ്റ്റോറിക് പീരിയഡ് ഈസ് ദ പീരിയഡ് വിച്ച് ഹാവ് റിട്ടൺ റെക്കോർഡ്സ്. നമുക്ക് റിട്ടൺ റെക്കോർഡ്സ് ഉള്ള ഒരു കാലം. പക്ഷെ റിട്ടൺ റെക്കോർഡ്സ് ഉണ്ടെങ്കിലും എന്താണ്? റിട്ടൺ റെക്കോർഡ്സ് ആർ ഫ്യൂ അല്ലെ. ഫ്യൂ റിട്ടൺ റെക്കോർഡ്സ് ആൻഡ് സ്റ്റിൽ cannot be read. എല്ലാം തന്നെ വായിക്കാൻ പറ്റാത്ത കുറച്ച് മാത്രം റിട്ടൺ റെക്കോർഡ്സ് ഉള്ള ഒരു കാലം. പിന്നെ മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ്, എഴുത്ത് ലിപി കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഒരു പീരിയഡ്. പിന്നെ നമ്മൾ പറഞ്ഞു ഡേറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? BC അല്ലെങ്കിൽ AD അല്ലെ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുക. AD മീൻസ് അന്നോ ഡൊമിനി, BC മീൻസ് ബിഫോർ ക്രിസ്റ്റ്. അതില് ഇപ്പൊ അത് മാറി, BC മാറി. അതിന് പകരം എന്താണ്? BCE എന്നാണ് ആരുപയോഗിക്കുന്നത്? ഹിസ്റ്റോറിയൻസ് ഉപയോഗിക്കുക. അതുപോലെ AD എന്നുള്ളതിന് പകരം CE എന്നാണ് ഉപയോഗിക്കുക. BC എന്നുള്ള പകരം BCE എന്നും AD എന്നുള്ള പകരം CE എന്നുമാണ് കൂടുതലായി ഉപയോഗിച്ചു വന്നിരുന്നത്. ഇനി BCE എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ ദ കോമൺ ഇറ. ബിഫോർ ദ കോമൺ ഇറ. CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ. ഇനി കോമൺ ഇറയും ബിഫോർ കോമൺ ഇറയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബിഫോർ കോമൺ ഇറയില് എന്ത് ചെയ്യും? ബാക്ക്വേർഡിലേക്കാണ് നമ്പർ പോവുക. അതായത് 99 BCE, പിന്നെ 98 BCE, 97 BCE, 96 BCE, അങ്ങനെ പുറകോട്ടാണ് നമ്പർ പോവുക. ഇയേഴ്സ് പുറകോട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. 99 കഴിഞ്ഞാൽ 98, 97 അങ്ങനെ. പക്ഷെ കോമൺ ഇറ അല്ലെങ്കിൽ CEയിൽ എങ്ങനെ വരിക? അത് മുന്നോട്ടാണ്. 99 CE, 100 CE, 101 CE അങ്ങനെ പോകും. യെസ് ശ്രീ വിഷ്ണു. യെസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആർക്കിയോളജിസ്റ്റ് ഇതിനെക്കുറിച്ച് സോഴ്സസ് ജിയോഗ്രഫിക്കൽ ഫ്രെയിംവർക്ക് ആണ്. ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫ്രെയിംവർക്ക് ആണ്. ഒരു സ്ഥലത്ത് കൂടുതലായി എന്താ പറയാ ഡെസേർട്ട് ഉണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മൗണ്ടെയിൻ ആയിരിക്കും. അതുപോലെ റിവർ വാലി. ഈ എന്താ പറയാ എൻവയോൺമെന്റൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഡിവിഷൻസ് എല്ലായിടത്തും വ്യത്യാസമാണ്. മാത്രമല്ല അന്നുള്ള കൂടുതൽ ആൾക്കാരും നദീതീരങ്ങളിലാണ് താമസിച്ചിരുന്നത്. കാരണം നദീതീരങ്ങളിൽ താമസിക്കാനുള്ള 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സഫിഷ്യന്റ് വാട്ടർ. റിവർ പ്രൊവൈഡഡ് സഫിഷ്യന്റ് വാട്ടർ. സഫിഷ്യന്റ് വാട്ടറിന്റെ ലഭ്യത. 2, കൃഷിക്കൊക്കെ നല്ല ഫെർട്ടിലൈസ് ഉള്ള മണ്ണ് കിട്ടും. അത് കൃഷിക്ക് നല്ല അനുയോജ്യമാണ്. 3, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, റിവർ ട്രാൻസ്പോർട്ട് അല്ലെ. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് അന്നുള്ള ആൾക്കാർ കൂടുതലും നദീതീരങ്ങളിൽ താമസിച്ചിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സോഴ്സ് ഓഫ് ഹിസ്റ്ററി. അത് 2 തരത്തിലുണ്ട്. ആർക്കിയോളജിക്കൽ സോഴ്സസും ലിറ്റററി സോഴ്സസും. ഈ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് എവിഡൻസ് ആണ് അല്ലെ. ഡയറക്റ്റ് എവിഡൻസ് ആണ്. cannot be changed ആണ്. അത് 4 തരത്തിലുള്ള
ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാ? ഇൻസ്ക്രിപ്ഷൻസും മോണ്യുമെന്റ്സും ആർട്ടിഫാക്ട്സും കോയിൻസും. ദീസ് ആർ ദ 4 ആർക്കിയോളജിക്കൽ സോഴ്സസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉള്ളവർ ഒന്ന് ചോദിച്ചേ മക്കളെ. ഇല്ല, എല്ലാവരും ഓക്കെ അല്ലേ? ഇനി ലെസൺ നന്നായി വായിക്കുക. പ്ലീസ് റീഡ് 3 or more times. കുറേ പ്രാവശ്യം റീഡ് മോർ ടൈംസ്. then any doubt you have call me. ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സംശയം ചോദിക്കാം കേട്ടോ. ഹിസ്റ്ററി ഈസ് ടു ഡിഫിക്കൽട്ട്. എനിക്കറിയാം ഹിസ്റ്ററി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും ഹിസ്റ്ററി വായിക്കാം. ഒരുപാട് ടൈംസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക. ഓക്കെ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.